ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഫുഡ് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ വീഡിയോയാണ്. ആദ്യം തന്നെ ഞാനിവിടെ രാവിലെ നീർദോശ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ അപ്പച്ചട്ടി. ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ ആദ്യം വെള്ളവും എണ്ണയും കൂടെയുള്ള മിശ്രിതം വെച്ചിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യുവാണെങ്കിൽ അപ്പം നമുക്ക് ഒട്ടാണ്ട് കിട്ടും, അതായത് ആ ദോശ ചൂടുന്നത്. എന്നിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയ്ക്ക് 1/4 കപ്പ് എന്നുള്ള രീതിയിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് വെള്ളം പോലെ അരച്ചെടുത്ത മാവ്, അരി മാത്രം ഒന്ന് കുതിർക്കാനിടുക. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടു, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അപ്പച്ചട്ടിയിലേക്ക് നന്നായിട്ട് ചൂടായ ചട്ടി ആയിരിക്കണം, അത് നിർബന്ധമാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിതുപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ നീർദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കറിയായിട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് പനീർ ബട്ടർ മസാല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. ഇന്നലെ വാങ്ങിയ കറിയുടെ ബാക്കിയിരുന്നത്. അപ്പോൾ പിന്നെ അത് ചൂടാക്കി, അതും നീർദോശയും കൂടിയായിരുന്നു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങി കുറച്ച് മീനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കി, അതൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മളുടെ ചാനലിൻ്റെ അകത്ത് ഫ്രൈ ആക്കുന്നതും കറിയാക്കുന്നതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഇത് വേറൊരു ടേസ്റ്റ്. വിനാഗിരി ആകുമ്പോൾ കുറച്ചും കൂടെ പുളി കൂടുതലുണ്ടാവും. പിന്നെ ഇന്നത്തെ നമ്മളുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് പച്ച ഡേറ്റ്സ്. ഇങ്ങനെ 2 കളറിൽ വരും. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പം അവിടെ ഇരിക്കുന്ന കണ്ട് വാങ്ങിയത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. പണ്ടൊരു തവണ ഞാനിത് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത് കണ്ടപ്പം 4 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ kg. അപ്പം പിന്നെ എന്നാൽ പിന്നെ രണ്ടും കുറേശ്ശെ വാങ്ങിയിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. അച്ചാറിടാനായിട്ട് ആദ്യം ഞാൻ ഒരു പാത്രം തീയിൽ ചൂടാകാൻ വെച്ചു. അതിൻ്റെ അകത്തുള്ള അളവെല്ലാം ഞാനൊരു കൈക്കണക്കിലാണ് ചെയ്യുന്നത്. കാരണം അച്ചാറിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഞാൻ കുറച്ച് കടുക്, ഉലുവ, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ പാത്രത്തിലിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇത് നന്നായിട്ട് പൊട്ടി വരൂലേ, ആ പൊട്ടി വരുന്ന സമയത്ത് ഇത് ഇടികല്ലിലിട്ട് ഇടിച്ചു എടുക്കാം. ഞാനിപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക ചെയ്തത്. ഇതുപോലെ കളറ് മാറി നന്നായിട്ട് വരണം. എന്നിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിൻ്റെ അകത്തോട്ട് കടുകിട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നിറയെ വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അച്ചാറിൽ എന്തോരം വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടു. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് വേഗം എന്നുള്ളതിനെക്കാട്ടിൽ അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചിലപ്പോൾ കേടായി പോകും പെട്ടെന്ന് തന്നെ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യം ഒരു 2-3 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ഒപ്പം തന്നെ മുളക് പൊടി ഇടുക. മുളക് പൊടി ഞാൻ എരിവിന് പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് നിറയെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം ഇതിൻ്റെ എല്ലാ ഒരു പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് മിക്സാക്കി എടുക്കണം. അതാ മിക്സാക്കി എടുക്കുമ്പം തന്നെ നമുക്ക് ആ അച്ചാറിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഇതിൻ്റെ അകത്ത് മനസ്സിലാവും. പിന്നെ എടുക്കുന്ന മുളക് പൊടി നമുക്ക് വേണമെന്നാണെങ്കിൽ കാശ്മീരി എടുക്കാം, എരിവുള്ള മുളക് പൊടി എടുക്കാം. ഞാൻ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചില്ല, കടുക്, ഉലുവയും പെരിഞ്ചീരകവും കൂടെ, അത് ഇതിൻ്റെ അകത്തോട്ടിട്ടു. എന്നിട്ട് ഒരു 2-3 സ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടത്. കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കായത്തിൻ്റെ ടേസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് അച്ചാറിന്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഇത് പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ടതൊന്നും അല്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ഇതിലിട്ടാലേ നമുക്ക് ഫൈനലി നമ്മളുടെ ആ ഡേറ്റ്സിലേക്കെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഉപ്പ് ഈ അച്ചാറിന് വരത്തുള്ളൂ. അതുകൊണ്ട് അതിന് കണക്കാക്കി ഉപ്പിടുക. എന്നിട്ട് ഡേറ്റ്സ് ഇതുപോലെ ഞാൻ ഒരെണ്ണത്തിന് ഒരു 3-4 ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി ഉണക്കിയിട്ട്, അതായത് വെയിലത്ത് ചെന്ന് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഉണക്കിയെടുത്തിട്ട് അതൊന്ന് 2-3 കീറുക. അതിൻ്റെ കുരു ഒന്നും ഞാൻ കളഞ്ഞില്ല, അങ്ങനെ കീറിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഞാൻ വിനാഗിരിയും കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയും അതിൻ്റെ ഒപ്പം തന്നെ ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതായത് അച്ചാറിന് നമ്മൾ സാധാരണ അച്ചാർ ഇടുമ്പോഴത്തേക്കും എത്രത്തോളം ചാറ് വേണം എന്നുള്ളത് കണക്കാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിക്കുന്ന ചൂടുവെള്ളം, തിളപ്പിച്ചറിയ വെള്ളത്തിൻ്റെയും വിനാഗിരിയുടെയും അളവ് കണക്കാക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം, അതായത് ഇതൊന്ന്
മെൽറ്റായി കഴിയുമ്പോൾ, അതായത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് അലുക്കുമല്ലോ, അലുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടുന്ന പരുവത്തിൽ ഞാനിപ്പോൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് നന്നായിട്ടത് തിളച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ. പിന്നെ ഒരു ബിരിയാണിയുടെ റെസിപ്പി. ഇത് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ വെച്ചിട്ടാന്ന് വെച്ചാൽ, ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എല്ലാം മിക്സിയിൽ ഒന്നിച്ചടിക്കുക കേട്ടോ. ഇതേ അന്നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതാ ഞാനിപ്പോൾ പറയുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ നാരങ്ങ നീര്, വേണമെങ്കിൽ അതിന് പകരം തൈരാണേലും ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർത്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. ആ ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ നീരും കൂടെ ഉള്ളപ്പം അത്യാവശ്യം അതൊന്ന് അരഞ്ഞു കിട്ടിക്കോളും. ഇനി അഥവാ അരയുന്നില്ലെന്നാണ് 1-2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഇത്രയും അരച്ചു കൊടുത്തു കഴിഞ്ഞ് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ടയും പിന്നെ പെരുംജീരകവും ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അരമണിക്കൂർ വരെ വെച്ചാൽ നല്ലത്. അരമണിക്കൂർ പോലെ 1 മണിക്കൂർ വരെ സമയമുള്ള പോലെ ഇരിക്കാം. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി പ്രോസസ്സ് എന്നാ നോക്കാവേ. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട്, ഞാൻ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് താഴെ മാത്രം, ആ പാത്രത്തിൻ്റെ താഴെ മാത്രം കവറാവുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന പോലെ മുരിച്ചെടുക്കണം, അതായത് വറുത്തെടുക്കണം. ഇത് ശരിക്കും നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ഉള്ളി മുരിച്ചെടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഇതിപ്പം നമ്മൾ ആക്കുന്ന മസാലയുണ്ടല്ലോ, അതിൻ്റെ അകത്തൂടെ ഞാൻ ഈ ബ്രൗൺ ആക്കിയ ഉള്ളി ഇടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓൾറെഡി ഞാൻ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൻ്റെ അകത്തും ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്തും കുറച്ച് മസാല ആക്കുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മൊരിച്ചെടുക്കുന്ന ഉള്ളിക്കകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മൊരിച്ചെടുക്കുകയാണെങ്കിൽ ആ മൊരിക്കുന്നതിൻ്റെ ആ ഒരു കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഇല്ലാണ്ടും ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നിട്ട് പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നിരത്തിയിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ ആ ഉള്ളി മൊരിയിച്ച അതേ എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഒരു 3 മിനിറ്റ്, 3 മുതൽ ഒരു 4 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം സൈഡ് തിരിച്ചിട്ടിട്ട് അവിടെ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കുക. ഈ 2 സൈഡും ഇങ്ങനെ വറുത്തെടുത്ത ശേഷം പിന്നെ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ടാണ് നന്നായിട്ട് ചിക്കൻ വറുത്തെടുക്കുന്നത്. നോർമലി ബ്രൗൺ കളറായി നമ്മൾ വറന്നെടുക്കുമല്ലോ, അതുപോലെ ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ചോറാക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ കുറച്ച് ഒരു 1-1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഹോൾ സ്പൈസസും, അതായത് എല്ലാ സ്പൈസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, പിന്നെ ബേ ലീഫ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെരുംജീരകവും സാജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി, വേവിക്കാനുള്ള അരി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ജീരകശാല റൈസ് എടുക്കണം, അതാണ് ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പം ബസ്മതി റൈസ് എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ബസ്മതി റൈസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ആക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി അടച്ചു വെച്ച് വേവിക്കണം. വേവിക്കുന്ന കൂടെ അതിങ്ങനെ ഓപ്പണാക്കി വേവിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അരി ഒരുപാട് വെന്ത് പോവില്ല. കാരണം നമുക്കിത് അരി ഒന്ന് മേലെ നമുക്ക് റൈസ് പൊങ്ങി വരുന്ന ആ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്പൂണിട്ടോ ഫോർക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് അറിയാം റൈസ് എത്രത്തോളം വെന്തു, ഇനി എത്രത്തോളം വേകാനുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരാനാവുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഒത്തിരി കുഴഞ്ഞു പോകാൻ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടും. പിന്നെ നമ്മൾ ദമ്മിടുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ചിക്കന് ഞാൻ ആദ്യം മറിച്ചും തിരിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും 2-3 തവണയും കൂടി ഇട്ടിട്ട് വറുത്ത് കോരിയതാണ്.
ഇനിയിപ്പം ബാക്കിയുള്ള ഈ എണ്ണയിൽ ഇത് കറക്റ്റ് മസാലയാക്കാനുള്ള എണ്ണയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ഇനി മസാലയാക്കാനുള്ള സവോള നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവോള ഇട്ട് കൊടുത്താൽ അതൊന്ന് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുഴഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെയും ഓർക്കണം, ഇത് ഓൾറെഡി നമ്മൾ ഇതെല്ലാം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടതാണ്. അന്നേരം അതിൻ്റെ ആ ചിക്കന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി മസാല ആ ഒരു ബിരിയാണിക്ക് വേണ്ടുന്ന മസാലയാക്കാൻ വേണ്ടിയിട്ട് എന്തോരം ആവശ്യമുണ്ട് അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയുടെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം സവോള എടുത്തോ, ബ്രൗൺ ആക്കാൻ ആദ്യം എടുത്ത സവോള ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയാണ് എത്രത്തോളം സവോള എടുത്തോ അത്രയും തന്നെയാണ് തക്കാളിയും ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് മീഡിയം സൈസുള്ള സവോളയാണെങ്കിൽ അതിനനുസരിച്ച് കൗണ്ട് ചെയ്തിട്ട് തക്കാളിയുടെ അളവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരേ അനുപാതത്തിലായിരിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് വഴറ്റി, അതായത് ആ തക്കാളി ശരിക്കും ഇതിൻ്റെ അകത്ത് മിക്സായി വരണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും നന്നായിട്ട് മിക്സായി വന്നാൽ മാത്രമേ നമുക്ക് ഈ വറുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള മസാല നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന മല്ലിച്ചപ്പും പുതിനച്ചപ്പുമാണ്. ഇത് കുറേശ്ശെ മതി, മൊത്തം രണ്ടും കൂടെ ചേർത്ത് ഒരു പിടിയേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സായി വരണം. മിക്സായി വരാൻ വേണ്ടി ഇടയ്ക്ക് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുക്കിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് അതൊന്നും കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇൻ ബിറ്റ്വീൻ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളായിട്ട്. പിന്നെ ഈ പൊടികളെല്ലാം ഉണ്ടല്ലോ ഒരുപാട് ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് മാത്രം. ഇല്ലെന്നാണെങ്കിൽ ഈ പൊടികളുടെ ഒരു കുത്തൽ കാരണം നമുക്ക് ബിരിയാണിയുടെ ആ മസാലയ്ക്ക് ആ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മാത്രം, എല്ലാം 1 സ്പൂൺ 1/2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒരു 1.5 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തു. ഇതിപ്പം നല്ല കട്ടിയുള്ള തൈരാണ്. എന്നിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് മിക്സായി വന്ന ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു നുള്ളു മതി. അത് ജസ്റ്റ് എങ്ങാനും എന്തെങ്കിലും കുത്തൽ ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത്രയായി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെന്നാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതൊന്ന് എല്ലാം മസാല ചിക്കൻ്റെ മേലേക്ക് ആകുന്ന പോലെ കവറാക്കി വെച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിക്കകത്തുനിന്ന് ഒരു പകുതി എടുത്ത് ഇതിന് മേലെ ഒന്ന് വെതറുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അത് ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വയ്ക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ അകത്തോട്ട് ഈ ഫ്ലേവർ എല്ലാം കൂടെ കയറി അടിപൊളി ടേസ്റ്റ് ആവും. ഇനിയിപ്പം അത് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലയ്ക്കകത്ത്, അതായത് ചിക്കൻ്റെ മസാലയുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി എടുത്ത് ആദ്യം താഴത്തെ ലെയറായിട്ടിടുക. അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, റൈസിൻ്റെ ഒരു ലെയർ ഇടുക. റൈസിൻ്റെ ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്കിടാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ഇട്ടിട്ടില്ല. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടേണ്ടത് ആ ദം ചെയ്യുമ്പം ഒരു 1/2 സ്പൂൺ ഗരം മസാല അതിൻ്റെ മേലെ കൂടെ ഒന്ന് വിതറുക. എന്നിട്ട് എഗെയിൻ ചിക്കൻ്റെ മസാല ഇടുക. പിന്നെ അതിന് മേലെ റൈസ് ഇടുക. റൈസിന് മേലെ ഗരം മസാലയും ഫ്രൈഡ് ഓണിയനും കൂടി ഇടുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അത്യാവശ്യം ഒരു ചെറിയ തീയിൽ ദമ്മായിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെഡിയാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവറാക്കുന്നുണ്ട്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവറാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ ഫ്ലേവറൊന്നും ഒട്ടും പുറത്തേക്ക് പോകാണ്ട് റൈസിൽ തന്നെ എല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ലത്. പിന്നെ ചെയ്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ മസാലയാക്കി ആ പാത്രത്തിൽ തന്നെ
ചോറിട്ട് ഒന്ന് വരട്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മളുടെ ചള്ളാസില്ലേ, ചള്ളാസാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാക്സിമം തിന്നായിട്ട് സവാള അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിടുക. ഞാനിപ്പോൾ ഈ ഗ്രേറ്ററിൽ അരിഞ്ഞാണ് ഇടുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ചേർക്കുക. പിന്നെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ മുളകും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ മുളക് ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചേർത്ത ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മളുടെ എത്രത്തോളം ആവശ്യമുണ്ട് അതിൽ ഒരു പൊടിക്ക് ഉപ്പ് കുറച്ച് കൂടുതലിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി പിഴിഞ്ഞ് കളയും. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക. മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് മിക്സാക്കി ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഉള്ളിയിലെല്ലാം വെള്ളം ശരിക്ക് ഊറി വരും. ഇല്ലെന്നാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നന്നായിട്ട് കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കുകയാണെന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് ബാക്കി വരുന്ന ആ ഉള്ളി ക്യാരറ്റ് സംഭവങ്ങളുണ്ടല്ലോ, അത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതാണ് ബിരിയാണിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ. അങ്ങനെ നമ്മളുടെ ബിരിയാണി ഇപ്പോൾ ദമ്മെല്ലാം ഇരുന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ നോക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ബിരിയാണി. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു കമൻ്റായിട്ടോ ഒരു സ്മൈലി ആയിട്ടോ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കുള്ളൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ കൂട്ടത്തിൽ ചള്ളാസും കഴിഞ്ഞ ദിവസം നമ്മളിട്ട നെല്ലിക്കാച്ചാറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നിത് സെർവ് ചെയ്യുന്നത്. താങ്ക് യു.